بسم الله الرحمن الرحيم إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الخلق سيدنا محمد وعلى آله وصحبه أجمعين. ഈ മഹാരഥനാളിൽ കേരളത്തിൽ തന്നെ അത്യുന്നത കലാലയമായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വളരുന്നു എന്നത് ഏറെ സന്തോഷമയാണ്. മലബാറിലെ മുസ്ലിം പൊതുസമൂഹത്തിന് തന്നെ ഏറെ അഭിമാനമായിട്ടാണ് ദാറുൽ ഹുദ നിലകൊള്ളുന്നതെന്നുള്ളതാണ്. ആ പുതിയ കാലത്തേക്ക് സംഭവിക്കാനാകുന്ന ബഹുഭാഷാ പണ്ഡിതനെ വളർത്തി കൊടുത്ത ദാറുൽ ഹുദയുടെ പ്രവർത്തനം ഉത്തരേന്ത്യയിലും കടന്നിരിക്കുന്നു. ആ സന്തോഷ നിർവചന സ്ഥിതിവിശേഷമാണ് ഇന്ന് ഈ സ്ഥാപനത്തിന് ഉള്ളത്. ഈ ഖുതുബുസ്സമാന്റെ വലിയ ബർക്കത്തും അതുപോലെ കറാമത്തുമാണ് എന്നുള്ളതാണ്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച മർഹൂം സയ്യിദ് ഹൈദറൂസ് മുസ്ലിയാർ, ബഷീർ മുസ്ലിയാർ, ബാപ്പുട്ടി ഹാജി എന്നിവർക്ക് ഈ മഹത്തുക്കളെ സാന്ദർഭികമായി തന്നെ നാം അനുസ്മരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു അവരുടെ ഖബർ പ്രകാശപൂരിതമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആണ്ട് നേർച്ച ഇന്ന് 6-ാം ദിവസം, അതുപോലെ നാളെയും മറ്റന്നാളും കൂടി ഇതോടുകൂടി ഒരാഴ്ചത്തെ നീണ്ടു നിൽക്കുന്ന ഈ ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കുവാൻ വിവിധ ആളുകൾ ഇവിടെ സന്ദർശിക്കുകയും അതുപോലെ അവരുടെ പ്രയാസങ്ങൾക്കും അതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങൾക്ക് അനുഗ്രഹമായും അതുപോലെ അത് അവരിന് വേണ്ടിയുള്ള അവർക്ക് ജനഹൃദയത്തിൽ അവർക്ക് ആശ്വാസകരമായി ഈ മഖാം സന്ദർശിക്കുന്നതോടെ അവർക്ക് കഴിയുന്നതാണ്. കേരളത്തിലെ മിക്ക ജില്ലകളിലും അതുപോലെ സ്ഥലങ്ങളിലുമൊക്കെ ഇന്ന് പല മഹാന്മാരും പണ്ഡിതന്മാരും ഇവിടെ മക്കബറുകളിൽ അതുപോലെ ഇസ്ലാമികമായുള്ള ഉദാഹരണത്തിന് കാലങ്ങളിൽ തന്നെയുള്ള ഒട്ടനവധി മഹാന്മാരാണ് ഇന്ന് അവർ ഈ കേരളത്തിൽ വന്ന് അവരുടെ അന്ത്യവിഷമം കൊള്ളുന്ന ഒട്ടനവധി മഹാപണ്ഡിതന്മാർ നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഈ മെമ്പറും ഈ ധന്യമായ ഈ പ്രദേശത്ത് നിന്ന് വരുമ്പോൾ അവർക്ക് ആശ്വാസമായും അതുപോലെ അനുഗ്രഹമായും എന്നും നിലനിർത്തുവാൻ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഇവിടെ സന്ദർശിക്കണമെന്ന് നമുക്കറിയാവുന്നതല്ലാണ്. നമ്മുടെ ആത്മീയമായുള്ള ചിന്താഗതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരമുള്ള സദസ്സുകൾ, മതപ്രഭാഷണങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെ കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ നമ്മുടെ ഉയർത്തിക്കൊണ്ടുവരുവാനും യുവതലമുറയും അവർക്ക് ആത്മീയത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ഇത്തരത്തിലുള്ള സംഗമത്തിലൂടെയും അതുപോലെ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനത്തിലൂടെയും സാധിക്കുമെന്നുള്ളതാണ്. പുതിയ കാലത്തെ പ്രശ്നങ്ങളും സമസ്യകളും നമ്മുടെ ആശ്വാസങ്ങളുടെ സാഹചര്യത്തിൽ അത് പൂർണ്ണമായി തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പത്രാധാര ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ
ഓരോ വാർത്തകൾ നമ്മൾ ഇന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇന്ന് നമുക്ക് കാണാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചറിയുന്നു എന്നുള്ളതാണ്. ആ പല വാർത്തകളും നമ്മെ ഏറെ ദുഃഖിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ ഒട്ടേറെ വാർത്തകളാണെന്നുള്ളത്. സ്വന്തം മകനെയും സഹോദരനെയും ഒക്കെ ഉറുമ്പിനെ കൊല്ലുന്ന രാജ്യത്തോടെ കൊന്നെടുക്കുന്ന ആ പുതിയ സാഹചര്യം ാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ആത്മീയത മാത്രമാണ് പൂർണ്ണ പരിഹാരമെന്ന് നാം ലോകം ഒന്നടങ്കം സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുള്ളത് ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങളുടെ പരിഹാരമായി ഒട്ടനവധിയായുള്ള കാര്യങ്ങൾ നമ്മെ കൂടുതലായി ഇത് ദേശീയ തലത്തിലും അതുപോലെ അന്തർദേശീയ തലത്തിലുമൊക്കെ നമ്മെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്കിന്നും മുന്നിൽ കാണുന്നത്. ഇന്ന് ലോകത്ത് പല വിധേയനയും ഇസ്ലാം വായിക്കപ്പെടുകയാണെന്നുള്ളതാണ്. യൂറോപ്യൻ സ്റ്റേറ്റുകളടക്കം പല മേഖലകളിലും ഇസ്ലാമിനെ ഫോക്കസ് ചെയ്ത് അനേകം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ലോകത്തിൽ സ്ത്രീക്ക് പരിപൂർണ സുരക്ഷ ഏർപ്പെടുത്തുന്ന മതം ഇസ്ലാമാണ് എന്നുള്ളതാണ്. ഈ സമാഗമീയ സാഹചര്യത്തിൽ നിന്നും ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നവും സ്ത്രീയാണ് എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷയും സ്ത്രീ സ്വാതന്ത്ര്യം നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ നമുക്ക് സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ള ചൂഷണത്തിൻ്റെ ഭാഗമായുള്ള പല പ്രവർത്തനങ്ങളും ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. തട്ടിപ്പിനെയും അതുപോലെ പല മേഖലകളിലും ഇന്ന് നമുക്ക് അവരെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇന്നും നമുക്ക് പത്രങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മഹനീയമായ സദസ്സിൽ നമുക്ക് ഏതും നമ്മൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ചില ബുദ്ധിജീവികൾ മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ചില ബുദ്ധിജീവികൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇസ്ലാം ഹത്യയെ അതിതീവ്രമായ വാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന അവകാശങ്ങൾ പരിഗണിക്കാതെ ഇസ്ലാം സ്ത്രീവിരുദ്ധ മതമാണെന്ന് പ്രചാരണങ്ങൾ നടത്തുകയും ആസൂത്രിതമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഇസ്ലാമിനെ തകർക്കാനുള്ള ശ്രമമാണ് അതിലൂടെ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. വിവാഹങ്ങളിൽ പോലും സ്ത്രീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനവധിയാണ് എന്നുള്ളതാണ്. ആർഭാടവും മാമൂലകളും ഒഴിവാക്കി അത് നാം ലളിത വിവാഹങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കണം. പ്രവാചകന്റെയും അല്ലാഹുവിന്റെയും കൽപ്പനകളെ അനുസരിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകുന്നുള്ളൂ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട പല പ്രദേശങ്ങളും പുതിയ കാലത്തെ ടെക്നോളജിയുടെയും അതുപോലെ ആധുനിക സാങ്കേതിക സംവിധാനത്തിൻ്റെയും സഹായത്താൽ പല ധാരണകൾ തിരുത്താൻ കഴിഞ്ഞു എന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്നതിലും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ് എന്നുള്ളതാണ്. എന്നാൽ ചരിത്രത്തിൻ്റെ നിർവൃത്തി നാം ആഘോഷിക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ആ പരമ്പരമായ തത്വങ്ങളും പൈതൃകങ്ങളും ആധുനിക ചൈതന്യവും ഒക്കെ ഇന്ന് നിലനിർത്തുവാൻ മഹാപണ്ഡിതന്മാരോട് നമുക്ക് ലഭിക്കുന്ന അവരുടെയൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ വഴിയിലൂടെയാണ് എന്നുള്ളതാണ്. അത് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നത് മഹാന്മാരുടെ മൺമറിഞ്ഞു പോയ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ നിർദ്ദേശങ്ങളുടെയും സേവനങ്ങളുടെയും ഫലമായാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഇത്രയുമുള്ള ആത്മീയമായുള്ള മുന്നേറ്റങ്ങൾ. അത് ഈ താല്പര്യങ്ങളെ പൂർവ്വം പുരസ്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്. ഇതൊക്കെ എവിടെയും മാറ്റങ്ങൾ സൃഷ്ടിച്ച് അതിന് ഈ ഒരു വേദി മഹാതുവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഖുതുബ് ജീവിതം അനുധാവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംഗമത്തിൽ പങ്കെടുത്ത നാം ഏവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു ഐശ്വര്യവും നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്
اللهم لك الحمد حتى ترضى ولك الحمد بعد الرضا ولك الحمد إذا رضيت. اللهم لك الحمد على نعمك العظيمة وآلائك الجسيمة. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. وفينا رسول الله